രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിന്ന് അവർക്ക് എങ്ങോട്ടും പോകേണ്ട കാര്യമല്ല. ISIS ആട് മേയ്ക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ISIS അഫ്ഗാനിസ്ഥാനിൽ ആട് മേയ്ക്കുന്നത് പോലുള്ള വളരെ നിഷ്കളങ്കമായ ഏർപ്പാടുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊന്നും അത്രയൊന്നും ഞാൻ അവരെ ചെറുതാക്കി കാണുന്നില്ല. ആട് മേയ്ക്കുക എന്നെല്ലാം പറയുന്ന വളരെ നിഷ്കളങ്കമായ ഏർപ്പാടുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. അതെന്തായാലും പോട്ടെ. നമ്മൾ ഇങ്ങനെ കുറെ മെറ്റഫറുകളുണ്ട്. ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ, ആട്, ISIS ഇതെല്ലാം കൂടി കൂട്ടി എല്ലായിടത്തും കെട്ടിയടിക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്നത് എത്രമാത്രം വസ്തുനിഷ്ഠമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പൊതുബോധത്തിന്റെ ഇരയായി മാറരുത്. പൊതുബോധം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഭരണീയമായ ഒരു സംവിധാനമാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ മതസ്വാതന്ത്ര്യം അത് പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നു. മുതലാളിത്തത്തിന്, ലിബറൽ മുതലാളിത്തത്തിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും അതിന്റെ ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ ഗുണം അത് വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. നിലപാട് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇതൊരു കമ്മ്യൂണിസ്റ്റ് നാടായിരുന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ മതസ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല. ഇത് സോവിയറ്റ് റഷ്യ എന്തുണ്ടാകുന്നു ഞാൻ പറയാം. മതരാജ്യമാണെങ്കിൽ, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതസ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. മറ്റു മതവിശ്വാസികളെ അവരുടെ ജീവനും സ്വത്തും ആരാധനാലയങ്ങളും സംരക്ഷിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. സുഹൃത്ത്, വെറുതെ ചിരിക്കാൻ വേണ്ടി പറയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഒരു അമുസ്ലിം പൗരനെ ആക്രമിച്ചാൽ പരലോകത്ത് പടച്ചവനോട് ആ അക്രമിക്കെതിരിൽ ഞാൻ ശുപാർശ പറയുന്നതാണ്. ഞാൻ നേരിട്ട് ശുപാർശ പറയും. ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിലുള്ള ഒരു മുസ്ലിം പൗരനെ ആരെങ്കിലും ആക്രമിച്ചാൽ, ഇത് സ്റ്റാലിനെ പോലെ സോവിയറ്റ് റഷ്യയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ സൈബീരിയയിലേക്ക് നാട് കടത്തിയവർക്ക് മനുഷ്യന്റെ വില മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ജനാധിപത്യത്തിൽ മതസ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഇവിടെ യാതൊരു അസ്വസ്ഥതയുമില്ല. അസ്വസ്ഥരാകേണ്ട യാതൊരു കാര്യമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും മതസ്വാതന്ത്ര്യം ഉണ്ടാകില്ല. മുസ്ലിങ്ങൾക്കെന്നല്ല, ആർക്കും മതസ്വാതന്ത്ര്യം ഉണ്ടാകില്ല. റിബൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും ഉണ്ടാകില്ല. റിബൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്റ്റാലിനോട് വിയോജിച്ചതിന്റെ പേരിലാണ് ട്രോട്സ്കി പീഡിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം പോലും പീഡനങ്ങൾക്ക് വിധേയമാകുന്നത്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിന് ജനാധിപത്യത്തെ കുറിച്ചുള്ള നിലപാട് കൂടി നമ്മൾ ഓർക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം.